ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഭൂമി ലോകത്ത് അല്ലാഹുവിന് മാത്രം വഴിപ്പെടാനായി നിർമ്മിക്കപ്പെട്ട ദൈവിക ഭവനങ്ങളാണ് അല്ലാഹുവിൻ്റെ പള്ളികൾ, മസ്ജിദുകൾ. അവിടെ അല്ലാഹുവിന് മാത്രമേ ആരാധന നടത്താവൂ എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. തീർച്ചയായും ഭവനങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരെയും ആരാധിക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ. അപ്പൊ ഭൂമുഖത്ത് അല്ലാഹുവിനെ വഴിപ്പെടാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ദൈവിക ഭവനങ്ങളാണ് നാം നിലകൊള്ളുന്ന അല്ലാഹുവിൻ്റെ ഈ പള്ളി അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ മസ്ജിദുകൾ. ഭൂമുഖത്ത് ഒരൊറ്റ ദിവസം പോലും അവധിയില്ലാത്ത ഏക സ്ഥാപനമുണ്ട് എങ്കിൽ അത് പള്ളികളാണ്. മറ്റ് ആരാധനാ കേന്ദ്രങ്ങളൊക്കെ പരിശോധിച്ചാൽ ഹൈന്ദവരുടേതാകട്ടെ, ക്രൈസ്തവരുടേതാകട്ടെ, ജൂതന്മാരുടേതാകട്ടെ, അതിനൊക്കെയും അവധിയുള്ള ദിവസങ്ങളുണ്ട്. ആ മാസങ്ങളിലും ആഴ്ചകളിലും പൂജകൾക്കായി തുറക്കപ്പെടുന്നവരുണ്ട്. പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം സർവീസ് ചെയ്യപ്പെടുന്നവരുണ്ട്. എന്നാൽ ലോകത്ത് ഒരൊറ്റ ദിവസം പോലും അവധിയില്ലാത്ത ഭൂമുഖത്തെ ഏക സ്ഥാപനം അത് അല്ലാഹുവിൻ്റെ ഭവനങ്ങളാണ്, പള്ളികളാണ്. ഇമാം ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, മുഅദ്ദിൻ ഉണ്ടാകട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ, പെരുന്നാളാകട്ടെ, നബിദിനമാകട്ടെ, മറ്റെന്താകട്ടെ, പള്ളികൾ എന്നും തുറക്കപ്പെട്ടതാണ്. പള്ളികളിൽ എന്നും ആരാധനകൾ ഉണ്ട്. ലോകത്ത് ഒരു ദിവസവും അവധിയില്ലാത്ത സ്ഥാപനം അല്ലാഹുവിൻ്റെ പള്ളികൾ മാത്രമാണ്. മാത്രമല്ല, ഭൂമുഖത്ത് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഭവനം, ഭൂമുഖത്ത് ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും ഔന്നത്യത്തിലുള്ളത്, അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് ഭൂമിയിലുള്ള പള്ളികളാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ കാണാം, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഭൂമുഖത്ത് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ, വൈശിഷ്ട്യമായ അല്ലാഹുവിൻ്റെ ഭവനങ്ങളാണ്. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിൻ്റെ പള്ളികളാണ്. വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിന് ഏറ്റവും കോപമുള്ളത്, അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തത്, അല്ലാഹു ഏറ്റവും വെറുക്കുന്നത് കമ്പോളങ്ങളാണ്, അത് ചന്തകളാണ് എന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമുഖത്ത് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത്, ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിൻ്റെ പള്ളിയാണ്. അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലം കമ്പോളങ്ങളാണ്, ചന്തകളാണ്. നമുക്ക് പള്ളിയിൽ ഇരിക്കാനാണോ ഏറ്റവും ഇഷ്ടം? കമ്പോളങ്ങളിലും ചന്തകളിലും നടക്കാനാണോ നമുക്ക് ഏറെ ഇഷ്ടം? അത് മാത്രം പരിശോധിച്ചാൽ മതി നമ്മുടെ ഈമാൻ അളക്കാൻ. പള്ളിയിൽ ഇമാമ് രണ്ടാമത്തെ സലാം വീട്ടണ്ട, അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? ഗേറ്റിലെത്തി കഴിയും. പണ്ടൊക്കെ ബാങ്ക് വിളിയായിരുന്നു അടയാളം പള്ളിയിലേക്ക് വരാൻ. പണ്ടൊക്കെ ബാങ്ക് വിളിയായിരുന്നു പള്ളിയിലേക്ക് വരാൻ. ജുമുഅക്ക് നേരത്തെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ തന്നെ പള്ളിയിലേക്ക് വരും. ഇന്നത് വയസ്സായവരിൽ മാത്രം ഒതുങ്ങിപ്പോയി. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് വരുമായിരുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇഖാമത്ത് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മൈക്കിലൂടെയൊക്കെ നിസ്കാരമായപ്പോൾ ഇമാമ് അല്ലാഹു അക്ബർ പറയുമ്പോൾ വരുമായിരുന്നു. ഇപ്പൊ അത് കേട്ടാലും വരില്ല. ഇമാമിന്റെ ഓതല് കേൾക്കാൻ തുടങ്ങുന്ന അലാൻഡും ഒക്കെ ഉണ്ടെങ്കിലേ ഇമാം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ, പള്ളിയിലേക്ക് വരുള്ളൂ. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അല്ലാഹു അന്വേഷിക്കുമാറാകട്ടെ.
പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്നതോ ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ ഗേറ്റിലെത്തി കഴിയും. എന്താ കാര്യം? നമ്മൾ പോയിട്ട് വേണം അവിടെ ചർച്ച ആരംഭിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധമായ ഹദീസിലുണ്ട്, ലാ തകുൻ അവ്വലു മൻ ദഖല സൂഖ, നീ കമ്പോളങ്ങളിൽ ചന്തകളിൽ ആദ്യം ചന്തകളിൽ എത്തുന്നവൻ നീ ആകരുത് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ? നീ ആകരുത്, അവിടെ ചെന്ന് ഒപ്പുവെക്കുന്ന ഫസ്റ്റ് പാർട്ടി നീ ആകരുത് എന്ന് ഓരോരുത്തരോടും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്താണ്. വആഖിറു മൻ യഖ്റുജു മിൻഹാ, എന്നിട്ട് ആ കമ്പോളങ്ങളിൽ ചന്തകളിൽ അവസാനം പോകുന്ന ആളും നീയാണ്. നമ്മൾ ആദ്യം അവിടെ ചെല്ലും, അവസാനം എല്ലാവരും പോയതിനു ശേഷം ഇനി ആരും ഇല്ലല്ലോ എന്ന് വെച്ച് നമ്മൾ അവിടെ പോകും. പള്ളിയിൽ നമ്മൾ ഏറ്റവും അവസാനത്തും ആദ്യം നമ്മൾ പള്ളിയിൽ നിന്ന് പോകും. എന്റെ അവസ്ഥ ഇങ്ങനെയാണോ? എന്റെ ഈമാൻ എനിക്ക് ഇല്ല, എന്റെ ഈമാനിൽ കാപട്യം കൂടിയിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു പള്ളിയുമായി ബന്ധപ്പെടാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം പള്ളികളാണ്. മാത്രമല്ല, ഒരു നാട്ടിൽ പള്ളി ഉണ്ടാകുന്നത് ആ നാടിന്റെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാണ്. എങ്ങനെ? ഒരു നാട്ടിൽ പള്ളി ഉണ്ടാകുന്നത്, ഈ നാട്ടിൽ പള്ളി ഉണ്ടാകുന്നത് ആ നാട്ടിന്റെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാണ്. ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ പള്ളി ഉണ്ടാകലാണ് ഏറ്റവും വലിയ കുഴപ്പം, അല്ലേ? അതുകൊണ്ട് എന്താ, ഇന്ന് ഏതെങ്കിലും നാട്ടിൽ അള്ളാഹ്ക്ക് പള്ളിയുണ്ടോ? ഇന്ന് ഏതെങ്കിലും നാട്ടിൽ അള്ളാഹ്ക്ക് പള്ളിയുണ്ടോ? ഇല്ല. അതാണ് പള്ളി, അത് അവരുടെ ഇന്ന സംഘടന. ആ പള്ളി അത് ഇവരുടെ, അത് മറ്റേ പള്ളി, അത് അവരുടെ ഇതിനകത്തൊന്നും പെടാത്ത മറ്റോ അള്ളാഹ്ക്ക് എന്തില്ല. അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹുവിന്റെ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഇല്ലെന്നില്ല, ദുനിയാവിലെ ഇല്ല. അതേസമയം അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുന്ന ഭവനങ്ങൾ, അങ്ങനെയുള്ള ഭവനങ്ങൾ ആ നാടിന്റെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാണ് എന്ന് മാത്രമല്ല, ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന ചാലക ശക്തിയാണ് ഓരോ നാട്ടിലെയും പള്ളികൾ എന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ത്വബറാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർദ്, അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർദ് തുദീഉ ലി അഹ്ലിസ് സമാ കമാ തുദീഉ നുജൂമു ലി അഹ്ലിൽ അർദ്. ഭൂമിലോകത്തുള്ളവരെ, നിങ്ങൾക്ക് ആകാശത്ത് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പോലെ ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളുടെ പ്രകാശം, കോടാനുകോടി നക്ഷത്രങ്ങളുടെ പ്രകാശം നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത് പോലെ ആകാശത്തുള്ളവർക്ക് ഭൂമിയിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന, നക്ഷത്രങ്ങളെ പോലെ പ്രകാശം പരത്തുന്ന ഭവനങ്ങളാണ് അല്ലാഹുവിന്റെ പള്ളികൾ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്നത് പോലെ ആകാശത്തിലുള്ള മലായികത്തുകൾക്ക് ഭൂമിയിലുള്ള പള്ളികൾ പ്രകാശിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറഞ്ഞത്, ഭൂമിയെ ആകാശവുമായി ബന്ധപ്പെടുത്തുന്ന ചാലക ശക്തിയാണ് ഓരോ നാട്ടിലെയും പള്ളികൾ എന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വ്യവസ്ഥിതികളുടെ പ്രയോഗവൽക്കരണത്തിന്റെയും ചാലക ശക്തിയാണ് പള്ളികൾ. ഒരു നാട്ടിലെ പള്ളി എന്ന് പറയുന്നത് ആ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെ അഭയകേന്ദ്രമാണ്. അവർക്ക് എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടുന്ന, ഒരു ജനസഞ്ചയത്തെ മുഴുവൻ, ഒരു ജനപദത്തെ മുഴുവൻ
ഒന്നിപ്പിക്കുന്ന, അവരെ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയാണ് അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന് നബിയുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരിക, പോകുക, പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രത്യേകമായ വിരുന്നിന് അള്ളാഹു കാരണമാക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇരുവരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹാ, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹാ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹാ. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ പള്ളിയിൽ പോകുന്നവരുണ്ട് എങ്കിൽ, പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്നവരുണ്ട് എങ്കിൽ, രാവിലെ പള്ളിയിലേക്ക് പോകുന്നു, തന്റെ ആവശ്യം കഴിഞ്ഞ് മടങ്ങി പോകുന്നു, വൈകുന്നേരം പള്ളിയിലേക്ക് വരുന്നു, ആവശ്യം കഴിഞ്ഞു മടങ്ങി പോകുന്നു, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഒരുപക്ഷേ ഇരുളിലായിരിക്കാം, ഒരുപക്ഷേ മഴയിലായിരിക്കാം, ഒരുപക്ഷേ നായകളുടെ ശല്യമുണ്ടായിരിക്കാം, മറ്റു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം, റോഡിൽ ചെളിയുണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. എല്ലാത്തിനെയും അതിജീവിച്ച് ആരെങ്കിലും പള്ളിയിലേക്ക് വരുന്നവരും പോകുന്നവരുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷ വാർത്ത, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഖദാ റാഹാ, അവർക്ക് സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം നൽകും എന്ന് അല്ലാഹു നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം അല്ലാഹു തരുന്നത് എവിടെയാണ്? സ്വർഗ്ഗത്തിൽ. സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം അല്ലാഹു തരുന്നത് എവിടെയാണ്? സ്വർഗ്ഗത്തിൽ, അല്ല പള്ളിയിൽ വെച്ച് തരും അല്ലാഹു. സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ പള്ളിയാണോ, പള്ളിയിൽ കറക്റ്റായി വന്നു പോകുന്നവരാണോ, അല്ലാഹുവിന്റെ തൃപ്തിയാണോ ലക്ഷ്യം? അല്ലാഹു സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം തരും എന്ന് പറഞ്ഞത് അത് നാളെ സ്വർഗ്ഗത്തിൽ വേറെ സ്വർഗ്ഗത്തിലേക്ക് പള്ളിയിൽ വെച്ച് തന്നെ തരും എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഭക്ഷണം ഒന്നും കഴിക്കാനില്ല, പള്ളിയിൽ വന്നിരിക്കുകയാ എങ്കിൽ അതേ പള്ളിയിൽ വെച്ച് തന്നെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം തരും എന്ന് ഖുർആൻ. ബീബി മറിയം റളിയല്ലാഹു തആല അൻഹ, സക്കറിയ റളിയല്ലാഹു തആല അൻഹയുടെ മേൽനോട്ടത്തിൽ മസ്ജിദുൽ അഖ്സയിൽ ഇരുന്നു. തന്റെ സംരക്ഷണം മുഴുവൻ സക്കറിയ നബിയാണ്. പള്ളിയുടെ മുകളിലാണ്, പ്രത്യേകമായ മിഹ്റാബിലാണ്. ഒരു സന്ദർഭം വരുമ്പോൾ യാ മറിയമു അന്നാ ലക്കി ഹാദാ, അൺസീസണിലെ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മറിയം റളിയല്ലാഹു തആല അൻഹ. എവിടെ ഇരുന്ന്? പള്ളിയിൽ ഇരുന്നുകൊണ്ട്. ചോദിച്ചു, അന്നാ ലക്കി ഹാദാ, എവിടുന്നാ മറിയമേ ഇത് കിട്ടിയത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു എനിക്ക് നേരിട്ട് തന്നതാണ്. തന്ന സ്വർഗ്ഗത്തിലെ ഭക്ഷണം അല്ലാഹു നേരിട്ട് തന്നു എന്ന് അല്ലാഹു. അപ്പൊ പള്ളിയിൽ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും? സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കിട്ടും. പള്ളിയിൽ കറക്റ്റായി വന്നു പോകുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കാക്ഷിച്ചുകൊണ്ടാണോ അവർക്ക് പള്ളി എല്ലാ ആവശ്യങ്ങൾക്കും മതിയാകും എന്ന് നബിയുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നാളെ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കൂടി അവർക്ക് കിട്ടും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുമായി മാനസികമായ ബന്ധം പുലർത്തുന്നവർ, പള്ളിയുമായി എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ഉള്ളവർ, എന്തു പറഞ്ഞാലും അവരുടേതാകുന്ന ലക്ഷ്യം പള്ളിയാണ്. ഏത് പകലിലും, ഏത് പാതിരാത്രിയിലും, ഏത് യാത്രയിലും, എല്ലാ സന്ദർഭങ്ങളിലും പള്ളിയുമായിട്ട് മാനസികമായ ബന്ധം പുലർത്തുന്നവരാരോ അവർക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗം ആൾക്കാർക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകും എന്ന് മഹാനായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അലൈഹിമുർ റഹ്മ ഇരുവരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് എങ്കിൽ, റുബീനാ ഹദീസൻ ഫീ സ്വഹീഹൈനി സബ്അത്തുൻ യുദ്ലിലുഹുമുൽ മൗലാ ബിഖൈരി ളിലാഹി യുദ്ലിലുഹുമു ഫീ ളില്ലാഹു യൗമ ലാ
സിവാ ളില്ലിഹി ളില്ലു ഫഹാക മഖാലി വമൻ ഖൽബുഹു യദ്ബിൽ മസാജിദ ദായിമാ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. മഹാനായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അലൈഹിം റഹ്മ ഇരുവരും ഉദ്ധരിക്കുന്ന ഹദീസ് ഒരു ബൈത്ത് രൂപത്തിൽ മഹാൻ അവർ പറഞ്ഞതാണ്. പള്ളിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവർ. روينا حديثا في الصحيحين 7 يظلهم المولى بخير ظلال. അല്ലാഹുവിന്റെ അർശിന്റെ ഉത്തമമായ തണൽ 7 വിഭാഗം ആൾക്കാർക്ക് കിട്ടും. يظلهم في ظله الله يوم لا سوى ظله ظل فهاك مقالي. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത സന്ദർഭം അല്ലാഹുവിന്റെ അർശിന്റെ തണൽ നൽകുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം വമൻ ഖൽബുഹു യദ്ബിൽ മസാജിദ ദായിമാ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. മറ്റ് തണലുകളൊക്കെ കുറെ നേരം കഴിയുമ്പോൾ നീങ്ങിപ്പോകും. ഏത് വലിയ തണലിൽ നിന്നാലും കുറെ നേരം കഴിയുമ്പോൾ ആ തണൽ മാറിപ്പോകുമെങ്കിൽ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കീഴിന്റെ തണൽ അവർക്ക് ലഭിക്കും എന്ന് അതിൽ ഒരു വിഭാഗം പള്ളിയുമായിട്ട് മാനസികമായ ബന്ധം പുലർത്തിയവരാണ് എന്ന് നബിയുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുമായി ബന്ധപ്പെട്ടാൽ സ്വർഗീയ വിരുന്ന് കിട്ടും, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കും. മാത്രമല്ല ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവന്റെ ജീവനാണ്, അല്ലേ? ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവന്റെ ജീവനാണ്. ജീവൻ നിലനിന്ന് കിട്ടിയാൽ ബാക്കി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി അതൊക്കെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം, പരിശ്രമിക്കാം, ലഭിച്ചേക്കാം. ഒരാളുടെ ജീവൻ അപകടത്തിലായി നഷ്ടപ്പെട്ടു പോയി, ബാക്കി എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ അടുത്ത് മരുന്നിരിപ്പുണ്ട്, അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള വാഹനമുണ്ട്, അദ്ദേഹത്തിന് ഭക്ഷിക്കാനുള്ള ഭക്ഷണമുണ്ട്, കൊടാനുപോലും സ്വത്തുണ്ട്, അധികാരമുണ്ട്. വല്ല പ്രയോജനമുണ്ടോ? ജീവൻ പോയാലും ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല ജീവനില്ല എങ്കിൽ. അതുകൊണ്ടാണ് അധികാര ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന ചില അധികാരികൾ, വലിയ രാജ്യങ്ങൾ ഭരിക്കുന്നവർ അധികാരം നഷ്ടപ്പെട്ടു, ഉപദ്രവിക്കപ്പെടും എന്ന് കാണുമ്പോൾ പെട്ടെന്ന് അവർ ചെയ്യുന്നത് മറു രാജ്യത്തേക്ക് കണ്ടം ചാടുകയാണ്. അവരുടെ അധികാരവും സമ്പത്തും ഒരുപക്ഷെ ഭാര്യ സന്താനങ്ങളെ ഒക്കെ അവർ നാട്ടിൽ ഉപേക്ഷിച്ചു മറു രാജ്യത്തേക്ക് അവർ അഭയം തേടുന്നു. എന്താ കാര്യം? ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കാം. ഒരു രോഗി തന്റെ സാമ്പത്തികം മുഴുവൻ ചിലവാക്കി രോഗത്തിൽ നിന്നുള്ള ശമനത്തിന് വേണ്ടി ചികിത്സിക്കുന്നു. ഒരു മോഷ്ടാവ് എല്ലാവിധ ധൈര്യവും സംഭരിച്ച് ഒരു മോഷ്ടാവ്, അവന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അവന്റെ മുന്നിൽ പെട്ടുപോയി, മോഷ്ടാവിന്റെ മുന്നിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യും? തന്റെ സമ്പത്തും തന്റെ സ്വർണവും മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് ജീവൻ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുന്നു. ഇതാണ് ഓരോ മനുഷ്യന്റെയും ജീവൻ. ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട ജീവനാണ് എങ്കിൽ ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായ കാര്യമാണ് എങ്കിൽ ജീവന് ഇത്രത്തോളം വിലപിടിപ്പുള്ളത് കൊണ്ടിട്ടാണ് ജിഹാദും ഷഹാദത്തും ഇസ്ലാമിൽ ഏറ്റവും അത്യുന്നതമായത്. ഇസ്ലാമിൽ ഏറ്റവും സ്ഥാനം ജിഹാദിനാണ്. അതിലൂടെ ഷഹാദത്ത്, രക്തസാക്ഷിത്വം വഹിക്കുന്നതിനാണ് ഇസ്ലാമിൽ ഏറ്റവും സ്ഥാനം. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അത്രേ, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈമാനുൻ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ് ഒരു മനുഷ്യന്റെ പ്രഥമവും പ്രധാനവുമായ കാര്യം. അടുത്തത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവ്വതും ത്യജിച്ചിട്ട് അവന്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ചിട്ട് അവൻ രക്തസാക്ഷിയാകലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ സ്വഹാബാക്കൾ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചത് ഷഹാദത്തിനെയാണ്. ഓരോ സഹാബാക്കളുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാം, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് സഹാബാക്കൾ കാലെടുത്തു വെക്കുകയാണ്. മഹാനായ ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഅദേ, നമുക്ക് ദുആ ചെയ്യണ്ടേ? നാളെ ഉഹദിലേക്ക് പോകല്ലേ, നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് പോകാം. അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് എന്തിനാ ദുആ ചെയ്യുന്നത്? നാളെ ഉഹദിലേക്ക് യുദ്ധത്തിന് പോവുക. എന്താ യുദ്ധം? എന്താ ദുആ? നമ്മളാണെങ്കിൽ എന്ത് ദുആ ചെയ്യും? അല്ലാഹുവേ, വാളില്ലാത്തവനെ എനിക്ക് തരണേ, കാലില്ലാത്തവനെ എനിക്ക് തരണേ, എനിക്ക് പെട്ടെന്ന് അവനെ മറിക്കാൻ കഴിയണേ, അവന്റെ സമ്പത്ത് മുഴുവൻ എനിക്ക് എടുക്കാൻ കഴിയണേ. ഇതൊക്കെയായിരിക്കും എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ച് ഒരു ഭാഗത്ത് ആരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയിട്ട് ഇരുവരും അല്ലാഹുവിന്റെ അടുക്കലേക്ക് കരങ്ങൾ ഉയർത്തി. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, നീ ആദ്യം ദുആ ചെയ്യ്, ഞാൻ ആദ്യം പറയാം. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥന, അല്ലാഹുവേ, നാളെ ഞങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ കയ്യിൽ വാളോ പരിചയമോ ഒന്നുമില്ല, എങ്കിലും അല്ലാഹുവേ, എനിക്ക് തരുന്ന എതിരാളി ഏറ്റവും ശക്തനായ, ഏറ്റവും നല്ല മല്ലനായ, ഏറ്റവും നല്ല ഒരു മനുഷ്യന് എതിരാളിയായിട്ട് എനിക്ക് തരണേ അല്ലാഹുവേ. ഞാനും അവനുമായി കുറെ നേരം മൽപ്പിടുത്തത്തിലും യുദ്ധത്തിലുമായി കഴിയണം. എന്നിട്ട് അവസാനം അവൻ എന്നെ പരാജയപ്പെടുത്തണം, അവൻ എന്റെ മൂക്ക് കണ്ടിച്ചെടുക്കണം, അവൻ എന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണം, അവൻ എന്റെ ചെവി മുറിച്ചെടുക്കണം. എന്നിട്ട് അല്ലാഹുവേ, ഞാൻ നാളെ നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്റെ ദീനിന് വേണ്ടി നീ എന്ത് തന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ കണ്ണ് തന്ന അല്ലാഹുവേ, എന്റെ ചെവി തന്ന അല്ലാഹുവേ, എന്റെ എല്ലാ അവയവങ്ങളും തന്ന അല്ലാഹുവേ എന്ന് പറയാൻ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹുവേ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രാർത്ഥന. കഴിയുമോ സഹോദരങ്ങളെ? എനിക്ക് നിങ്ങൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? ഹദീസുകളിൽ കാണാം, പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പോൾ നോക്കുമ്പോൾ ഒരാളിന്റെ ശരീരം കുത്തുകളും വെട്ടുകളും ഏറ്റ് ആളിനെ അറിയപ്പെടാത്ത അവസ്ഥയിൽ കിടക്കുന്നു. നോക്കുമ്പോൾ അത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കണ്ണുകളും അദ്ദേഹത്തിന്റെ ചെവിയും അദ്ദേഹത്തിന്റെ മൂക്കും അദ്ദേഹത്തിന്റെ കൈകാലുകളും എല്ലാം ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങൾ കണ്ടു എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവെങ്കിൽ സ്വഹാബക്കൾക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്നു അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും ഷഹാദത്തും. ഇതേ പ്രതിഫലം, ജിഹാദിന്റെയും ഷഹാദത്തിന്റെയും പ്രതിഫലം പള്ളിയിലേക്ക് വരുന്ന ഒരാൾക്ക് അല്ലാഹു നൽകും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ യുദ്ധത്തിനൊന്നും പോയില്ലെങ്കിലും പള്ളിയിലേക്ക് കൃത്യമായിട്ട് വരികയും പോകുകയൊക്കെ ചെയ്താൽ അവർക്ക് കിട്ടിയ പ്രതിഫലം എന്തോ, പ്രയോജനം എന്തോ, അത് അല്ലാഹു നമുക്കും നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം തബറാനി അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഖുദുബു വറബാഹു ഇലൽ മസാജിദി മിനൽ ജിഹാദി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗ, അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും പോകുക, പള്ളിയുമായി ആത്മീയമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. രക്തസാക്ഷികൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പള്ളികളൊക്കെ പള്ളികളാണ്. നമ്മുടെ പള്ളികൾ ഒരു രാഷ്ട്രത്തിന്റെ കൊച്ചു പതിപ്പാണ്. ഓരോ നാട്ടിലെയും പള്ളികൾ, പള്ളിയുടെ കമ്മിറ്റിക്കാർ, മഹല്ലു ജമാഅത്തുകൾ, ഇതൊക്കെയും ഓരോ മഹല്ലിന്റെയും പ്രത്യേകതയാണ്.
ഒരു രാഷ്ട്രത്തിന്റെ കൊച്ചു പതിപ്പാണ്. ഇസ്ലാമിന്റെ ആത്മീയവും സാമൂഹികവും സാംസ്കാരികവും വൈജ്ഞാനികവും എല്ലാ നിലയിലുള്ള ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും പള്ളികൾ കാരണം ആകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഏതൊരാൾക്കും എപ്പോഴും വന്നു കയറാൻ കഴിയുന്ന അഭയസ്ഥാപനമാകണം പള്ളി എന്നുള്ളത്. ഭൂമിയിലെ പ്രഥമമായ പള്ളിയാണല്ലോ കഅബ. ആ കഅബയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതെന്താ? വമൻ ദഖലഹു കാന ആമിന, വമൻ ദഖലഹു കാന ആമിന. ആര് ആ പള്ളിയിൽ പ്രവേശിച്ചോ അവന് നിർഭയത്വമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ആ കഅബ പോലെയാകണം ലോകത്തുള്ള മുഴുവൻ പള്ളികൾ. മുസ്ലിമീങ്ങളും ഹൈന്ദവരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഒരു ഹൈന്ദവൻ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ എതിരാളി അഭയം തേടിയത് പള്ളിയിലാണ് എങ്കിൽ അവരെ കൊല്ലാൻ പാടില്ല, അവന് അഭയം നൽകണം എന്നാണ് ഇസ്ലാമികമായ ശരീഅത്ത്. ഇസ്ലാമികമായ ശരീഅത്തിന്റെ വീക്ഷണം, ഏതൊരുവൻ പള്ളിയിലേക്ക് വന്നോ പള്ളി അവർക്ക് അഭയമായി മാറണം എന്നാണ്. സഹോദരങ്ങളെ, എന്ത് ആവശ്യത്തിനും ആർക്കും എപ്പോഴും എങ്ങനെയും വരാൻ കഴിയുന്ന ഒന്നാണ് ലോകത്തുള്ള മുഴുവൻ മസ്ജിദുകൾ. ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് ഒരാൾ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഒരു മനുഷ്യൻ മുസ്ലിമായി ഇന്ന് ഞാൻ ഈ പറയുന്നതിന് തൊട്ടു മുമ്പ് അവന് പള്ളിയിൽ വന്ന് ഇമാമിന്റെ തൊട്ടു പിറകിൽ എന്ത് ചെയ്യാം? ഒന്നാമത്തെ സഫിൽ വന്ന് അവനക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? ഇരിക്കാം. ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ നടക്കുമോ? ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ നടക്കുമോ? ഒരാൾ മുസ്ലിമായ ഉടൻ പള്ളിയിൽ വന്ന് ഇമാമിന്റെ തൊട്ടുപിറകിലോ ഇമാമിന്റെ വലത്തിലോ ഒന്നാമത്തെ സഫിലോ ഇരിക്കാൻ വേറെ ലോകത്തൊരു ആരാധനാലയത്തിലും കഴിയത്തില്ല എങ്കിൽ ലോകത്ത് നടക്കുന്നത് മുസ്ലിം പള്ളികളിലാണ്. ആർക്കും എവിടെയും ഒരു വിവേചനവും ഇല്ലാത്ത പള്ളികളാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ. ഖുറൈശികളോട് അല്ലാഹു പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അല്ലാഹു നിർഭയത്വം തന്നത് പള്ളികളിലൂടെയാണ്, നിങ്ങൾക്ക് വിശപ്പിന് ഭക്ഷണം തന്നത് പള്ളികളിലൂടെയാണ്. അതുകൊണ്ട് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. നിങ്ങൾക്ക് നിർഭയത്വം തന്നത് പള്ളിയിലൂടെയാണ്, നിങ്ങൾക്ക് വിശപ്പിന് ഭക്ഷണം തന്നത് പള്ളികളിലൂടെയാണ്. അതുകൊണ്ട് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, എല്ലാ നിലയിലും പള്ളി അഭയസ്ഥാനമാണ്. ഹദീസുകളിൽ കാണാമല്ലോ, സ്വഹാബാക്കളിൽ ആർക്കെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ നേരിട്ടു, എന്തെല്ലാം ആവശ്യങ്ങൾ നേരിട്ടു. അവരൊക്കെയും അഭയം തേടിയത് പള്ളിയിലായിരുന്നു. മഹാനായ ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരു സന്ദർഭം, നമസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയം അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ പള്ളിയുടെ മൂലയ്ക്ക് ഒരാൾ വല്ലാത്ത വിഷമത്തിലിരിക്കുന്നു. ഒറ്റ ഒരാളേ ഉള്ളു പള്ളിയിൽ. വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. ഒരു മൂലയ്ക്ക് ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബൂ ഉമാമ, അബൂ ഉമാമ, എന്തു പറ്റി അബൂ ഉമാമ? ആ സ്വഹാബി അവിടെ വിളിച്ചു പറഞ്ഞു, ഹുമൂമുൽ ലസ്മത്നി വദുജൂനു യാ റസൂലല്ലാഹ്. നാട്ടിലോട്ട് റോഡിലോട്ട് ഇറങ്ങി നടക്കാൻ വയ്യ നബിയെ, അത്രയ്ക്ക് ടെൻഷനാണ്, മാനസികമായ ടെൻഷനിലാണ്, വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ, വല്ലാത്ത പ്രയാസത്തിലാണ് ഞാൻ. മാത്രമല്ല, ഒത്തിരി പേർക്ക് കടം കൊടുക്കാനുണ്ട് നബിയെ, കാണുന്നവരെല്ലാം എന്നോട് പൈസ ചോദിക്കുകയാണ്. ടെൻഷനുമാണ്, ദാരിദ്ര്യവുമാണ്, കടം കൊടുക്കാനുള്ളവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാർഗവുമില്ല. അഭയം തേടാൻ പറ്റിയത് ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ വന്ന് അഭയം തേടിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെയോ അബൂ ഉമാമ? നിന്റെ ടെൻഷനും പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറും, നിന്റെ കടങ്ങൾ മുഴുവൻ മാറും. എല്ലാത്തിനും പറ്റിയ ഒരു ദുആ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ അബൂ ഉമാമ?
നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ പഠിപ്പിച്ചു തന്നാലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്വഹാബി തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ടെൻഷൻ മുഴുവൻ മാറി, എല്ലാ കടവും തീർന്ന് ഞാനിപ്പോ സമാധാനത്തിലാണ് നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. അത് വന്നത് കേൾക്കണം, നിങ്ങൾക്ക് വേണോ? ഉറപ്പാണ്? നിർബന്ധമാണോ? കേൾക്കണോ? വേണോ? വേണം. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നേരത്തെ വരികയാണെങ്കിൽ ആദ്യം പറയുന്നത് ആ ദുആ. അടുത്ത വെള്ളിയാഴ്ച ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ആ ദുആ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിന് കടം മാറാനും ടെൻഷൻ മാറാനും പറഞ്ഞു കൊടുത്ത ആ പ്രാർത്ഥനയായിരിക്കും അടുത്ത ആഴ്ച ആദ്യം പറയുന്നത്. ബാങ്ക് ഇപ്പം വളരെ താമസിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ബാങ്ക് 12:21 അടുത്ത വെള്ളിയാഴ്ച ഒരു പക്ഷേ ഒരു 12:25 ആയേക്കാം. നീണ്ടു മുമ്പോട്ട് പോവുകയാണ്. കൃത്യമായ സമയത്താണ് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1:15 കറക്റ്റ് 1:15 നമ്മൾ സുബഹിക്ക് കയറുന്നുണ്ട്. കറക്റ്റ് 1:30 എന്നടിക്കുമ്പോൾ ഫസ്റ്റ് സലാം നമ്മൾ ഫസ്റ്റ് സലാം വീട്ടിൽ ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ കൃത്യമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ വരിക എന്നുള്ളതാണ് മാർഗം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നേരത്തെ വന്നാൽ നേരത്തെ നമുക്ക് പ്രസംഗം തുടങ്ങാം, കാര്യങ്ങൾ പറഞ്ഞ് നേരത്തെ നമുക്ക് ജുമുഅയിലേക്ക് കടക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, പള്ളികളുടെ മറ്റൊന്ന് ഇന്ന് ഏറ്റവും വലിയ ട്രെൻഡായിട്ട് ആത്മഹത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടോ, 7 വയസ്സുകാരനായ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്, 7 വയസ്സുകാരൻ, സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, മാതാവ് മൊബൈൽ കൊടുത്തില്ല എന്നതിന്റെ പേരിൽ കുളിമുറിയിലേക്ക് കുളിക്കാൻ കയറിയവൻ തോർത്ത് കഴുത്തിൽ കെട്ടി എന്ത് ചെയ്തു? തൂങ്ങി പിടിച്ചു. എത്രയോ സ്ത്രീധന കേസുകളിലൊക്കെ ഇന്നത് ട്രെൻഡായി മാറിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, പള്ളി അത്തരക്കാർക്കൊക്കെയുള്ള അഭയമായി മാറണം. ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളവർ ആരുണ്ട്? എന്താണ് ഓരോ വീടുകളിലെയും പ്രശ്നം? ആ നാട്ടിലെ പള്ളി അറിഞ്ഞിരിക്കണം. എത്രയോ പ്രശ്നങ്ങളാണ് ഇന്ന് ഓരോ ദിവസവും. ഇന്നലെ വീഡിയോയിൽ ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാണത്രേ മാതാവിനെ പിടിച്ചു തള്ളുകയും അത് ഫോട്ടോ എടുക്കുന്ന ആളിനെ വസ്ത്രം പൊക്കി കാണിക്കുന്ന ഫോട്ടോ. സഹോദരങ്ങളെ, ചെയ്യുക എന്ന് മാത്രമല്ല, പിന്നെ അതിനെ വെറും ധിക്കാരവൽക്കരിക്കുക കൂടി ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് പള്ളി എല്ലാ പ്രശ്നങ്ങൾക്കും അഭയമാകുന്ന നല്ല അവസ്ഥ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പെൺമക്കൾക്ക് വിശിഷ്യ ജീവിതം എന്താണെന്നും ജീവിതത്തിന്റെ വില എന്താണെന്നും ഒക്കെ നാം പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് അവരൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത വേദനാജനകമായ അവസ്ഥയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും ആഴ്ചകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ട നിലയിൽ പറയുവാനും അതിൽ കൂടുതൽ പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി.